ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ക്രോഷ്യ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു യാണും ഒരു ഹുക്കും പിന്നെ നമ്മുടെ ഒരു നീഡിലും മാത്രമാണ്. ഈ ഒരു യാണും ഹുക്കും നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 4mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായി നമ്മൾ യാൺ എടുക്കുക, ശേഷം സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇടാൻ അറിയില്ലാത്തവർ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ പോയി കണ്ടാൽ മതി കേട്ടോ. ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് നമുക്ക് എന്തോരമുള്ള സൈസിലുള്ളത് വേണോ അത്രയും സൈസിലുള്ള ചെയിൻ സ്റ്റിച്ച് ഇടണം. ഞാനിപ്പോൾ ഒരു 15 എണ്ണമാണ് ഇടുന്നത്. യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. അപ്പം നമുക്ക് ഏകദേശം ഒരു സൈസ് വെച്ചിട്ട് ഇടാം. അപ്പോൾ നമ്മളിതാ കുറേയും ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. വലിയ ഫ്ലവറൊക്കെ വേണമെങ്കിൽ നമ്മളൊരു 30, 40, 50 ചെയിൻ സ്റ്റിച്ച് ഇടേണ്ട വരും കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ഈ ഒരു ഫ്ലവറിന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ യാൺ ഓവർ ചെയ്യാം. ശേഷം ഈ ഒരു ഫസ്റ്റത്തെ ചെയിൻ, ഈ ഒരു ആദ്യം കിടക്കുന്ന ചെയിനാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ. ആ ഒരു ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മൾ ഇതിനെ ഇൻസേർട്ട് ചെയ്യാം. കണ്ടോ? ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പയ്യെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടും. അതിൽ ആദ്യത്തെ 2 ലൂപ്സിൽ കൂടെ നമ്മൾ ആദ്യം ഇറക്കുക. പിന്നെ നമുക്ക് 2 ലൂപ്സ് കാണും, അതിൽ വീണ്ടും 2 ലൂപ്സിൽ കൂടെ എടുക്കുക. കണ്ടോ? വീണ്ടും യാൺ ഓവർ ചെയ്യുക. അടുത്ത ചെയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിതിനെ കയറ്റുക. യാൺ ഓവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇറക്കി എടുക്കുക. 3 ലൂപ്സ് കാണും, അതിൽ 2 ലൂപ്പിൽ കൂടെ നമ്മളിങ്ങനെ കയറ്റുക. വീണ്ടും 2 ലൂപ്പിൽ കൂടെ തന്നെ കയറ്റുക. ഡബിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ചെയിൻ ഫുള്ള് നമുക്ക് ചെയ്യാം. രണ്ട് ലൂപ്പിൽ കൂടെ ഇറക്കുക, വീണ്ടും 2 ലൂപ്പിൽ കൂടെ ഇറക്കുക. അപ്പോൾ ഈ ഒരു ഫുൾ ചെയിനും നമുക്ക് ഡബിൾ ക്രോഷ്യ ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഫുൾ ചെയിനും ഡബിൾ ക്രോഷ്യ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യണമെന്നില്ല, ഇഷ്ടമുള്ള സ്റ്റിച്ച് നമുക്ക് ഇടാവുന്നതാണ്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഹുക്ക് മാറ്റിയിട്ട് ഇവിടെ മുറിച്ച് കളയണം. നമുക്കൊരു ചെറിയൊരു സൈസ് നൂലെടുത്താൽ മതി, എന്നിട്ട് നമുക്കിങ്ങനെ മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ആ ഹുക്ക് ഇട്ട ഹോളിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് ഹുക്ക് ഇട്ട ഒരു ഹോള്, നമ്മുടെ സ്ലിപ്പ് നോട്ട്. അതിനകത്തേക്ക് ഇത് ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചാലും മതി, ബട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഹുക്ക് ഇതിലെടുത്തിടുക. ശേഷം യാൺ ഓവർ ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ആ കെട്ട് നമുക്കവിടെ വരുന്നതാണ്. ഇതാണ് ആ ഒരു കെട്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു രണ്ട് നൂലും നമുക്കിങ്ങനെ വെട്ടിക്കളയാവുന്നതാണ്. ശേഷം നമുക്ക് പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ചെറിയ സൈസിലുള്ള പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇത് വലിയ സൈസ് ആക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചെയിൻ സ്റ്റിച്ചിന്റെ അളവൊന്ന് കൂട്ടണം. അതായത് 15 ചെയിൻ സ്റ്റിച്ച് ഇടുന്ന സ്ഥലത്ത് 25 ചെയിൻ സ്റ്റിച്ച് ഇടാം. വലിയ ബൊക്കറ്റിന്റെ ഒക്കെ കൂടെ ഒട്ടിക്കുന്ന ഫ്ലവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 50 ചെയിൻ സ്റ്റിച്ചെങ്കിലും ഇടണം. അപ്പോൾ നമ്മൾ ഇതാ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതാ ഇങ്ങനെ ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കേർവ് ആയിട്ടുള്ള ഭാഗം എടുക്കുക. ഈ ഒരു അറ്റമല്ല എടുക്കേണ്ടത്, ഈ ഒരു കേർവ് ആയിട്ടുള്ള ഭാഗം എടുക്കുക. ശേഷം നമ്മൾ അതിങ്ങനെ മടക്കി കൊടുക്കുക. പയ്യെ ഇങ്ങനെ റോൾ ചെയ്യാം. പയ്യെ റോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ അത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നീഡിൽ വെച്ചത് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേറെ പണിയൊന്നുമില്ല. നമ്മളിതിങ്ങനെ റോൾ ചെയ്യുക, ശേഷം നീഡിലെടുക്കുക, വൃത്തിയായി റോൾ ചെയ്യുക. ശേഷം കൈ വെച്ചതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു നീഡിലെടുക്കുക. നമ്മൾ നീഡിലേക്ക് നൂല് നേരത്തെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് കയറ്റാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ നൂലെടുക്കുക, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുക്കുക. സാധാ ഒരു കെട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ദാ ഇവിടെയല്ലേ വെച്ചിട്ടുള്ളത്, അവിടെ നമ്മൾ ഈ ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു നീഡിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പയ്യെ ഒന്ന് കുത്തി കൊടുക്കുക.
നൂല് ഇവിടെ പിടിക്കാണ്ട് കുത്തിക്കയറ്റണം. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ വലിച്ചെടുക്കുക. ഈ സൈഡ് ഫുള്ള് നല്ല സേഫായിട്ട് കറക്റ്റായിട്ട് ഇരിക്കുമെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഇത് വെടിയിച്ച് കളയാവൂ. ഇനി അടിയിൽ നിന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇടാക്കണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മളിത് കയറ്റി കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇവിടെ നിന്ന് വെച്ചത് കട്ട് ചെയ്യണം. ഇനി ഇത് നമ്മൾ നല്ലോണം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ടുള്ള ഫ്ലവറാണ് ഇത് രണ്ടും. ഇത് കുറച്ചും കൂടി തിക്കായിട്ട് നമ്മൾ കുറച്ചും കൂടി ചെയിനിട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിത് ഇച്ചിരി കൂടി വലുതായിട്ട് കിട്ടും. ഇത് നമ്മൾ ഇച്ചിരി ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ ഒരു റൗണ്ട് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊരു ബോൾ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും നമ്മൾ ഡബിൾ ക്രോഷ്യ വെച്ച് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഇത് സിംഗിൾ ക്രോഷ്യ, ട്രിപ്പിൾ ക്രോഷ്യ തുടങ്ങിയ എല്ലാ സ്റ്റിച്ച് വെച്ചും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഈസി ഫ്ലവേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ പല വീഡിയോകളും നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.